റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമീയ എന്ന സൂറത്ത് മറിയമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ വചനം അതാണ് ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രധാന അജണ്ടയായി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, 3 നിലകളിലുള്ള ഏകത്വം, അത് ഒരുമിച്ച് പരാമർശിക്കപ്പെട്ട ഖുർആനിലെ ഒരു മഹത്തായ വചനമത്രേ അത്. ആകാശഭൂമികളുടെ അധിപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആകാശഭൂമിക്ക് ഇടയിലുള്ളവയുടെയും അധിപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അവനെ ഇബാദത്ത് ചെയ്യുന്നിടത്ത് വരുന്ന പരീക്ഷണങ്ങളിൽ നിങ്ങൾ ക്ഷമ ഉൾക്കൊള്ളുക. അങ്ങനെയുള്ള നാഥന് സമാനനായി പേരിലോ ഗുണങ്ങളിലോ ഒരാളെ നിങ്ങൾക്കറിയാമോ? തൗഹീദ് റുബൂബിയ്യത്ത്, തൗഹീദ് ഉലൂഹിയ്യത്ത്, തൗഹീദും ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. 3 വിഷയങ്ങളിലുള്ള ഏകത്വമാണ് ഈ ഒരൊറ്റ വചനത്തിലൂടെ ഉറപ്പിക്കപ്പെടുന്നത്. ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിന്റെയും നാഥനാണവൻ. അതേ തൗഹീദ് റുബൂബിയ്യത്ത്, റബ്ബ് ഏകനാണ് എന്ന വിശ്വാസം. അതുകൊണ്ട് ആരാധന മുഴുവൻ അവനാണ്. തൗഹീദ് ഉലൂഹിയ്യത്ത് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു മാത്രം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമുഖമായി പറയുന്നു, റസൂലേ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, അങ്ങയ്ക്ക് മുമ്പ് നാം ഒരു ദൈവദൂതനെയും അയച്ചിട്ടല്ല തന്നെ. ഇല്ലാ നൂഹി ഇലൈഹി, ആ ദൈവദൂതന് നാം വഹി നൽകിയിട്ടല്ലാതെ, സന്ദേശം അറിയിച്ചു അല്ലാതെ. എന്താണ് നാം നൽകിയ സന്ദേശം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ ഒഴികെ ഒരു ഇലാഹുമില്ല എന്ന സന്ദേശം നൽകിയിട്ടല്ലാതെ, ഞാൻ ഒഴികെ ആരാധ്യനായി ആരുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് അല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. അതുകൊണ്ട് ഫഅ്ബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള എല്ലാ നബിമാർക്കും എല്ലാ റസൂൽമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ആ സന്ദേശം നൽകിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ എല്ലാവരെയും അയച്ചിട്ടുള്ളത്. ചൈതന്യത്തിന് വേണ്ടി, നവജീവന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി കാലാകാലങ്ങളിൽ ഓരോ നബിമാരും വരുമ്പോൾ ഈ പ്രചരണ ആയുധം, ഈ മുദ്രാവാക്യം മാറ്റുന്ന രീതിയല്ല ഇസ്ലാമിൻ്റെത്. പല ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാധാന്യം നൽകുന്നത് ഈ ഒരു പോയിന്റിൽ ഊന്നിക്കൊണ്ടാണ്. അവർ നമ്മളോട് ചോദിക്കും, അല്ല സഹോദരങ്ങളെ, ഒരു മാറ്റം വേണ്ടേ? എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമോ എന്ന് ചോദിക്കുന്ന പല ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാലത്തിനനുസരിച്ച്, ജനങ്ങളുടെ നാടിവെടുപ്പുകൾക്കനുസരിച്ച് ഈ തത്വങ്ങൾ മാറി മാറി പറയണം, എന്നാലേ ഒരു പുതുമയുണ്ടാകൂ, എന്നാലേ ഒരു നവജീവൻ ഉണ്ടാകൂ എന്ന് വാദിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷേ അവർ നമ്മളോട് ചോദിക്കും, ഞാൻ ഇന്നും ഓർക്കുകയാണ്, നമ്മുടെ അരൂക്കുറ്റി എറണാകുളമായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന അംബിക ബോട്ടുകളിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം. അന്ന് ആ ബോട്ടിൽ
യാത്ര ചെയ്യുമ്പോൾ എന്റെ ശിഷ്യഗണങ്ങൾ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അല്ല ഈ ഖുർആനിൽ എവിടെയെങ്കിലും തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ, തൗഹീദ് എന്നൊരു പരാമർശം ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്ന, ഞാൻ പഠിപ്പിച്ചു വിട്ട എന്റെ ശിഷ്യഗണങ്ങൾ തന്നെ എന്നോട് ചോദിച്ച സംഭവം ഞാൻ ഓർക്കുകയാണ്. അവളുടെ അത്ഭുതത്തോടുകൂടി അമ്പരപ്പോടുകൂടിയാണ് ആ ചോദ്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കാരണം അവർ പറയുന്നത് തൗഹീദ് എന്ന വാക്ക് ഖുർആനിലില്ല എന്നാണ്. അത് ലൂത്ത് നബിയിലില്ല, ശുഐബ് നബിയിലില്ല എന്നെല്ലാം തുടങ്ങി എത്രയോ വാദഗതികൾ അങ്ങനെയുള്ളവരിൽ നിന്ന് വരാറുണ്ട്. അല്ല സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അതിനിടയ്ക്ക് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായങ്ങളോട് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലാ അന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മഹത്തായ മുദ്രാവാക്യം മാത്രമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിലും മറ്റേതും ഉണർത്തിയത്. ഈ ഘട്ടത്തിൽ ദീർഘമായി സംസാരിക്കുന്നത് അപലിഷണീയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. സഹോദരന്മാരെ, ഈ പരിപാടി നിങ്ങൾ ആദ്യന്തം വീക്ഷിക്കണമെന്നും ക്ഷമയോടും നിയന്ത്രണത്തോടും കൂടി ഈ പരിപാടി ആദ്യന്തം ശ്രമിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആദർശ പ്രസ്ഥാനം നേരിടുന്ന പുതിയ പുതിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതിനുള്ള വിശദീകരണവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്കിവിടെ നിന്ന് പിരിയാൻ. ആ നിലക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കർമ്മം ഒരു മഹത്തായ കർമ്മമായി, അവന്റെ ദീനിന്റെ ദഅവത്തിൽ നാം ചെയ്യുന്ന ഒരു മഹത്തായ ഉത്തരവാദിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വാക്കാൽ പ്രവൃത്തിയിൽ മറ്റും വന്നു പോകുന്ന പ്രവൃത്തിപരമായ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ാൻ പാടില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിക്കും നബിയുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്ത് ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ നിന്നിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിർക്ക് പങ്കു ചേർക്കുക എന്ന പ്രവൃത്തി വന്നു പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രവൃത്തി മുഴുവൻ വിഫലമാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ നമസ്കാരം വിഫലമാണ്, നിങ്ങളുടെ ദിക്റുകൾ വിഫലമാണ്, നിങ്ങളുടെ നോമ്പ് വിഫലമാണ്, നിങ്ങളുടെ സക്കാത്ത് വിഫലമാണ്, നിങ്ങളുടെ സ്വതക്കകൾ വിഫലമാണ്, നിങ്ങളുടെ ഹജ്ജ് വിഫലമാണ്. എപ്പോൾ നിങ്ങളിൽ നിന്ന് ശിർക്ക് വരുന്നുണ്ടെങ്കിൽ. ഇല്ലേ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വചനത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്, നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പറയുന്നത്. എന്ത്? അല്ലാഹു അവനോട് പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയേയില്ല. മറിച്ച് വേണമെന്ന് വെച്ചാൽ അവൻ വേണമെന്ന് വെക്കുന്നവർക്ക് ആ ശിർക്കിന് താഴെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മശീയത്തിനനുസരിച്ച് അവന്റെ ഉദ്ദേശമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പുറത്താത്ത ഒന്ന് ശിർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും നമ്മൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനുള്ളതാണ്, അല്ലാഹുവിനെ സ്മരിക്കുവാനുള്ളതാണ്, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്താനുള്ളതാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആ പള്ളികളിലോ പള്ളിക്ക് പുറത്തോ നിങ്ങൾ ഫലാ തദ്ഉ മിൻ ദൂനില്ലാഹി അഹദാ, അല്ലാഹുവിന് പുറമെ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആനിലെ എല്ലാ വചനങ്ങളും നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇബാദത്തിന് സമാനമായി ഇബാദത്ത് പ്രയോഗിക്കേണ്ടിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദമാണ് ദുആ എന്നത്. ഇബാദത്ത് വരുന്നിടത്തൊക്കെ ദുആ വെക്കാം, ദുആ വരുന്നിടത്തൊക്കെ ഇബാദത്ത് വെക്കാം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ മുഖാമുഖത്തിലെ പ്രധാനമായ അജണ്ട വിഷയം. നാം ഓർക്കുക, പ്രാർത്ഥന, നേർച്ച വഴിപാടുകൾ തുടങ്ങി അള്ളാഹുവിന് മാത്രമായുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്നതാണ് ഇന്നത്തെ മുഖാമുഖത്തിലെ പ്രധാനമായ വിഷയം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്പം ദീർഘിച്ചു പോയതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് എന്റെ സഹോദരന്മാരെ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ ക്ഷമിക്കുകയാണ്. ഒന്നാമതായി നമ്മോട് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ യുവാവായ അബ്ദുൽ വഹാബ് സലാഹിയാണ്. അദ്ദേഹത്തെ ഞാൻ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ആദരണീയരായ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന അകലെ നിന്നും അടുത്തു നിന്നും ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ശ്രദ്ധയോടുകൂടി ഏതൊരു കാലഘട്ടത്തിലും ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഞങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന പ്രഖ്യാപനം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ബാങ്ക് വിളിക്കുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. നമസ്കാരത്തിൽ മുഴുവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളൊക്കെ തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബാലയം അത് എല്ലാ മുസ്ലിങ്ങളുടെയും കേന്ദ്രമായ ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ആ കഅബാലയത്തിലേക്കാണ്. അങ്ങനെയുള്ള ഞങ്ങളിലേക്ക് ശിർക്കൻ വിശ്വാസം കടന്നു വരുമോ? ഇതൊക്കെ രഹസ്യമായ അജണ്ട മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് തകർക്കാൻ നിങ്ങൾ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ശിർക്കാരോപണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിന്റെ 16-ാമത്തെ ആയത്ത്, ഈ ആയത്ത് എല്ലാ സത്യവിശ്വാസികളും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ആയത്ത്. അല്ലാഹു പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ കൂടുതൽ ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാലോ അവരുടെ വിശ്വാസത്തിൽ ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്കൻ വിശ്വാസം കടന്നു വരുന്നുണ്ടെന്ന് അല്ലാഹു ആണ് പറയുന്നത്. KNM അല്ല, മുജാഹിദ് പ്രസ്ഥാനമല്ല, സലഫികളല്ല, സാക്ഷാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ പറയുന്നു, ഒരുപാട് ആളുകൾ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, ഒരുപാട് ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസത്തിൽ എന്ത് വരുന്നുണ്ട്? ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്കൻ വിശ്വാസം കടന്നു വരുന്നുണ്ട് എന്ന് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഫഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതാ ഖുതുബ നടത്തുകയാണ്. അങ്ങനെ ഖുതുബ നടത്തുന്ന സമയത്ത് സ്വഹാബിമാരോട് പ്രവാചകൻ പറയുന്നു, അയ്യുഹന്നാസ് ഇത്തഖു ഹാദ ശിർക, അല്ലയോ ജനങ്ങളെ ശിർക്കിനെ സൂക്ഷിക്കണേ, അല്ലയോ സ്വഹാബ നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണേ. അവർ സ്വഹാബിയും ചോദിച്ചില്ല, നബിയെ നിങ്ങളോടൊപ്പം ബദർ യുദ്ധത്തിലും ഖന്തക്കിലും ഹുനൈനിലും ഉഹദിലും പങ്കെടുത്ത ഞങ്ങളെ ശിർക്ക് ചെയ്ത ആളാക്കിയോ, മുശ്രിക്കാക്കിയോ എന്ന് നബി ചോദിച്ചില്ല. മറിച്ച് നബിയോട് സ്വഹാബത്ത് ചോദിച്ചില്ല. മറിച്ച് പ്രവാചകൻ തിരുമേനി അവർക്ക് ശിർക്കിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ്? ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പിന്റെ പാദചലനങ്ങളെക്കാൾ ഗോപ്യമാണ് ശിർക്ക്. കൂരിട്ടുള്ള രാത്രി കറുത്ത ഒരു പാറപ്പുറത്ത് കറുത്ത കാലുകളുമായി കറുകറുത്തൊരു ഉറുമ്പ് എങ്ങനെ കടന്നു വരുന്നുവോ അതുപോലെ ജീവിതത്തിലേക്ക് ശിർക്കൻ വിശ്വാസം കടന്നു വരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എങ്ങനെ ഞങ്ങൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടും? ആരാ ചോദിക്കുന്നത്? ബദറിന്റെ രണാങ്കണത്തിൽ 1000-ഓളം വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ വിരിച്ചിരുന്ന സ്വഹാബത്ത്, ഉഹുദിലും ഖന്തക്കിലും അങ്ങനെ തുടങ്ങി യുദ്ധങ്ങളിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും നബിയെ? അപ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് കാവൽ തേടുന്നു റബ്ബേ. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു, അറിയാതെ സംഭവിച്ചു പോയ ശിർക്കിൽ നിന്നും ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു റബ്ബേ. നോക്കൂ, നിങ്ങൾ സ്വഹാബത്ത് പഠിപ്പിക്കാൻ, സ്വഹാബത്തിനോട് റസൂല പറഞ്ഞു കൊടുക്കാൻ.
അപ്പൊ ഷിർക്കിൽ നിന്ന് ആരും മുക്തല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജീവിതകാലം മുഴുവനും അമല് ചെയ്ത് ഇതാ സ്വർഗവും അവനുമിടയിൽ, അവൻ ഇപ്പോൾ മരിച്ചാൽ അവനും സ്വർഗവും തമ്മിലുള്ള അകലം എത്രേ? ഒരു ചാണകലം. ആ സമയത്താണ് റബ്ബിന്റെ വിധി മുൻകടക്കുന്നത്. അങ്ങനെ വിധി മുൻകടന്നാൽ അവൻ എവിടെ പോകുന്നു? നരകത്തിൽ പോകുന്നു. അവൻ ഹാജിയാരാവാം, അവൻ ഉംറ ചെയ്തവനാവാം, അവൻ സകാത്ത് കൊടുത്തവനാവാം. പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ഗതികേടിൽ നിന്ന്. ഒന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, അമല് ചെയ്ത് ഇതാ ഈ സെക്കൻഡിൽ മരിച്ചാൽ അവൻ എവിടെ? സ്വർഗത്തിൽ. സ്വർഗവും അവനും തമ്മിലുള്ള അകലെത്രേ? ഒരു ചാണകലം. അപ്പോഴാ അവൻ മുശ്രിക്കായി കാഫിറായി മരിക്കുന്നത്. എന്തൊരു മുസീബത്ത്! അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയോ ഇതാ ജീവിതകാലം മുഴുവനും താൻ തോന്നിത്തരം ചെയ്ത് മോശമായ പ്രവർത്തനം നടത്തി എല്ലാവിധ തിന്മയിലും കൂട്ടുന്ന ഒരു വ്യക്തി, അവനിതാ മരിക്കുന്ന സമയത്ത് അവൻ ഈ സെക്കൻഡിൽ മരിച്ചാൽ അവനും നരകവും തമ്മിലുള്ള അകലം ഒരു ചാണകലെ. അപ്പോഴാണ് അവൻ നന്നാകുന്നത്, അവൻ സ്വർഗാവകാശിയായി തീരുന്നു. വേറെ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾക്ക് ഷിർക്ക് വരുവോ, ഞങ്ങൾ ഷിർക്ക് ചെയ്യുവോ? ഇത് സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗിനും ലോകത്ത് മുസ്ലിമായി പിറന്ന എല്ലാവർക്കും റസൂലുള്ളാഹിയുടെ ഉപദേശം, മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയം ആരുടെ കയ്യിലാ? നിങ്ങളുടെ കയ്യിലല്ല, സാക്ഷാൽ പടച്ച റബ്ബിന്റെ കയ്യിൽ. രണ്ട് വിരലുകൾക്കിടയിൽ, അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം. അല്ല നേരെയാക്കിയാൽ നേരെയായി, അല്ല തെറ്റിച്ചു കളഞ്ഞാലോ തെന്നി മാറപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ എന്താ? അല്ലാഹനെ മാത്രം ആരാധിക്കാൻ, അല്ലേ? യാ സയ്യിദി സനദി യാ ഗൗസി വയാ മദദി. ആരെയായി വിളിച്ചു തേടുന്നത്? ഈ സമുദായം വിളിച്ചു തേടുന്ന അപകടകരമായ വരികൾ. യാ സയ്യിദി സനദി യാ ഗൗസി വയാ മദദി കുല്ലി ലോഹീറൻ അലൽ അഅദാഇ ബിൽ മദദി യാ മുജീറ അർളി ഖുദു ബിയദി മുദാമുദദി ഖലീഫത്തുല്ലാഹി ഫിനാ മുഹിയദ്ദീനി. ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളുടെ സഹായിയെ. ആരാ സഹായി? ആരാ? ഇതാ മൂദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ വിളിച്ചു തേടുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയും, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചാലും അവൻ ആരാണ്? അവൻ വഴിപിഴച്ചവനാണ്. മാത്രമല്ല, മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരില്ല. അവ മരിച്ചുപോയ അമ്പിയാക്കന്മാർ, സോലിഹീങ്ങൾ, ശുഹദാക്കൾ, അല്ലെ, അങ്ങനെയുള്ളവരെ വിളിച്ചാൽ ഉത്തരം തരില്ലെന്ന് ഖുർആൻ. നമുക്കറിയാം ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാണ്? ബദർ യുദ്ധം ഉണ്ടായത് ബദർമാല കഴിക്കാൻ, ബദർമാല ഉണ്ടാക്കാൻ അല്ലല്ലോ, മറിച്ച് തൗഹീദിന് വേണ്ടി. ആ ബദരീങ്ങളെ വിളിച്ചിട്ടാണ് നമ്മുടെ സമുദായത്തിലുള്ള സാധാരണക്കാർ അറിയാതെ പറയുന്നത് എന്ത്? ദാഹം മൗത്തതു കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരണത്തിന്റെ വെപ്രാളം വരുമ്പോ, ഇതാ മരണത്തിന്റെ മലക്ക് നിന്റെ സമീപത്ത് വരുമ്പോ നീ പറയണമെന്ത് പറയണം? ദാഹം മൗത്തതു കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ബദരീങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച ബദരീങ്ങളെ വിളിച്ച് നമ്മൾ സഹായം തേടിയാൽ പ്രിയപ്പെട്ടവരെ ഉത്തരം കിട്ടില്ല. അത് ഖുർആനാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ നോക്കൂ, സൂറ ഹജ്ജ് 73-ാമത്തെ ആയത്ത് അല്ലാഹ് പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ളുരിബ മസലുൻ ഫസ്തമിഉ ലഹ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾക്ക്, ശരിക്കും ശ്രദ്ധിക്കണം. എന്താ ഉദാഹരണം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുവോ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുവോ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. വലവിജിത്തമഊല, അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടിയാലും ശരി, ഒരു നിസ്സാരനായ ഈച്ചയെ പോലും ഇല്ല. പടച്ച തമ്പുരാന് പുറമെ വിളിച്ചു തേടുന്നവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല.
ഒരു ഈച്ചയെങ്ങാനും എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ അതിൽ നിന്ന്, ആ ഈച്ചയുടെ കാലിൽ നിന്ന് ആ ആഹാര സാധനം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലൻ. അപ്പൊ അള്ളാഹുവിന് പുറമെ സഹായം തേടിയാൽ, അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, എന്തൊക്കെ പേര് വിളിച്ചാലും എന്താണ് ഉത്തരം കിട്ടില്ല എന്ന് ഖുർആൻ. അതുകൊണ്ടാണ് നമ്മളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയേ, പറയണേ നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ, ദുആ നടത്തൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞങ്ങൾ അല്ലാഹുവിന് പുറമെ വേറെ ആരെയും വിളിക്കില്ല. അപ്പൊ ഇത് പറയുമ്പോ നമ്മുടെ സാധാരണക്കാര് പറയും, ഞങ്ങള് ദുആ നടത്തുന്നില്ലല്ലോ. ദുആഇന്റെ പരിധിയിൽ വരുന്ന ഒരു പരാമർശമുള്ള ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾ ഇസ്തിഗാസയാണ് നടത്തുന്നത്, സഹായതേട്ടമാണ് ചോദിക്കുന്നത്. മരിച്ചുപോയ മഹാത്മാക്കളിലേക്ക് അടുക്കാൻ ഇടയാളനെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തേടുന്നത്. ഞങ്ങൾ ശഫാഅത്തിന് വേണ്ടിയാണ് മരിച്ചുപോയവരെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഖാലിഖാണ്, സൃഷ്ടാവാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. റബ്ബാണ്, മഹാനായ മമ്പറം സയ്യിദ് അലവി തങ്ങൾ റബ്ബാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഖാലിഖാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഓച്ചിറയിലെ ഉപ്പുപ്പ റബ്ബാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ലല്ലോ. ഇലാഹാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ലല്ലോ. സ്വമദാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ലല്ലോ. സ്വമദ് അള്ളയാണ്, ഖാലിഖ് അള്ളയാണ്, റബ്ബ് അള്ളയാണ്, ഇലാഹ് അള്ളയാണ്. പിന്നെ എങ്ങനെ ഈ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടിയാൽ ആ തേട്ടം ശിർക്കാവും? ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇസ്തിഗാസ? അതിന് നമ്മൾ ആരും നിർവചനം പഠിപ്പിക്കണ്ട. ഇസ്തിഗാസ എന്നതിന്റെ നിർവചനം ആര് പറയട്ടെ? അല്ലാഹ് പറയട്ടെ. എന്താ ഇസ്തിഗാസയുടെ നിർവചനം? ഇതാ ഒരു സത്യവിശ്വാസി 17 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് നടത്തുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത്. കണ്ടോ, ഇസ്തിഗാസ, ഇബാദത്ത്, നസ്തഈൻ, ഇസ്തിആന, അതൊക്കെ നിന്നോട് മാത്രം. അതാ ഒരു സത്യവിശ്വാസിയുടെ പ്രത്യേകത. ദുആ, ഇസ്തിആസ, ഇസ്തിആന, ഇസ്തിആദ, അങ്ങനെ തുടങ്ങി സഹായത്തിന്റെ രൂപത്തിലുള്ള എല്ലാം റബ്ബിനോട് മാത്രം. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത, മോനെ, നീ ചോദിച്ചാൽ ആരോട് ചോദിക്കണം? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിച്ചാൽ അതും റബ്ബിനോട്. നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ആവശ്യം തേടേണ്ടത് ആരോട്? അള്ളാഹുവിനോട് എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഖുർആനും ഹദീസും രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലായി? സഹായാഭ്യർത്ഥന മുഴുവനും അള്ളാഹുവിനോട്. അപ്പൊ ഒരു സംശയം, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം തഖ്വയിലും നന്മയിലും സഹായിക്കുക, നിങ്ങൾ പരസ്പരം തിന്മയിൽ, അക്രമത്തിൽ, അനീതിയിൽ സഹായിക്കാതിരിക്കുക. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വല്ലാഹി ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ മറ്റൊരടിമയെ സഹായിച്ചാൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അനുവദനീയമായ തേട്ടമേത്? അള്ളാഹ് ഒരു ഭാഗത്ത് പറയുന്നു അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ, മറുസ്ഥലത്ത് പറയുന്നു പരസ്പരം നിങ്ങൾ സഹായിക്കണം. ഇവിടെയാണ് മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് അനുവദിച്ച സഹായതേട്ടം? ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പി കെ മദനിയുടെ ഉസ്താദിന്റെ പി കെ മദനിയുടെ വചനമല്ല ഞാൻ പറയുന്നത്. ബഹുമാനനായ നസീറുദ്ദീൻ റഹ്മാനിയുടെ വചനമല്ല ഞാൻ പറയുന്നത്. വടുതലയിലെ ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പ്രഖ്യാപനമല്ല ഇത്. സാക്ഷാൽ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. എന്താണ് സാധാരണമായി സാധാരണ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ അള്ളാഹ് അനുവദിച്ച സഹായതേട്ടമെന്ന്? ഇവിടെ ഒരു ചോദ്യം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞല്ലോ, ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന് പറഞ്ഞല്ലോ. അതേ ഖുർആൻ തആവനു അലൽ ബിർരി വത്തഖ്വാ എന്നും പറഞ്ഞു. ഇവിടെ അള്ളാഹ് അനുവദിച്ച സഹായതേട്ടത്തിൽ ആര് പെടും? മരിച്ചുപോയവര് പെടുമോ? അദൃശ്യ ലോകത്തുള്ളവർ പെടുമോ? ജിന്ന് പെടുമോ? മലക്ക് പെടുമോ? അർവാഹുകൾ പെടുമോ? നമുക്ക് പരിശോധിക്കാം. ആരാണ് ഈ അനുവദനീയമായ സഹായതേട്ടത്തിന്റെ പരിധിയിൽ പെടുന്നത്? നോക്കൂ നിങ്ങൾ,
മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പറയുമ്പോ ഇതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലേക്ക് പോവുകയാണ്, അങ്ങാടിയിലേക്ക് പോവുകയാണ്. അങ്ങാടിയിൽ ആരെയും കാണുന്നില്ല. ആ സമയത്താണ് മൂസാ നബിയുടെ അനുയായിയായ മനുഷ്യൻ ഫസ്തഗാസഹുല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവിഹി, മൂസാ നബിയുടെ അനുയായിയെ, മൂസാ നബിയുടെ ശത്രുക്കളായ ആളുകൾ അല്ലെങ്കിൽ ശത്രുക്കളിൽപ്പെട്ട ഒരുവൻ അടിച്ച് നിലം പരിശാക്കുന്ന സമയത്ത് അവൻ മൂസാ നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, മൂസ ഒന്ന് സഹായിക്കണം. മൂസാ നബി അവനെ അടിച്ചു, അവൻ മരിച്ചു. ഈ ആയത്തിൽ എന്താണുള്ളത്? ഒരു മനുഷ്യൻ തന്റെ മുമ്പിലുള്ള ഒരു മനുഷ്യനോട് സഹായം തേടി. പിന്നെയോ മഹാനായ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാം. എന്താ സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, അല്ലാഹുവേ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ സമുദായത്തെ ഞാൻ വിളിച്ചു. അല്ലാഹ്, ഈ വിളി ശിർക്കാണോ? അല്ല. മൂസാ നബിയോട് സഹായം തേടി ശിർക്കാണോ? അല്ല. എന്തേ? മുമ്പിലുള്ള മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് തേടി? സഹായം തേടി. ഇത് അനുവദനീയാണ്. ഇതാണ് ഇസ്തിഗാസ. അതല്ലാതെ മരണപ്പെട്ടു പോയവരെ വിളിക്കൽ ഇസ്തിഗാസയുടെ ഭാഗമല്ല, ശിർക്കാണ്. നിങ്ങൾക്കറിയോ എന്താ? ഫിൽ ഖിയാമത്തി മുഷ്ഫീഖാ വലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി, നബിയേ ശഫാഅത്ത് തരണേ നബിയേ, പരലോകത്ത് ഞങ്ങൾ അവസരായി പരലോകത്ത് നിൽക്കുമ്പോ അവിടെ ശഫാഅത്ത് തരണേ നബിയേ എന്ന് നബിയെ വിളിച്ചിട്ട് ഹബീബായ റസൂലുള്ള പറഞ്ഞെന്താ? എന്നോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തണം. തൊബുറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇസ്തിഗാസ എന്ന പദം വെച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, എന്നോട് ഇസ്തിഗാസ നടത്തണ്ട, അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തിക്കോ. പ്രവാചകന്റെ ഖബർ എവിടെ പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ ഖബർ എവിടെ? ശറഹ് മുസ്ലിം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇതാ പ്രവാചകന്റെ ഖബറിന് ചുറ്റും ഹീതാനും മുർതഫിഅത്തുൻ വമുസ്തദീറത്തുൻ, നീണ്ടു നിൽക്കുന്ന ഉയർന്ന വലിയ മതിൽക്കെട്ടുകൾ കെട്ടി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയേ, എന്താണെന്നറിയോ അങ്ങനെ ചെയ്യാൻ കാര്യം? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അഹ്ലുൽ കിതാബിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർ എന്ത് ചെയ്തു? അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധിച്ചു. ഞങ്ങൾ ഭയപ്പെടുന്നു, സ്വഹാബികളായ ഞങ്ങൾ ഭയപ്പെടുന്നു. എന്ത്? ഞങ്ങളുടെ സമുദായം പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ആരാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ മതില് കെട്ടി ഉയർത്തിയത്. അതിന്റെ ഉയരം എത്ര എന്നറിയോ? ഒരു ചാൺ. സ്വഹാബിമാര് പറയാൻ, ഞങ്ങൾ ആ ഖബറിലേക്ക് ചെന്നു. അവിടെ ഇതാ ചുവന്ന ചരൽക്കല്ലുകൾ ഖബറിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഉയരം ഷിബ്റ, ഒരു ചാൺ മാത്രമായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ പ്രവാചകനെ വിളിച്ചിട്ട് സഹായം തേടിയിട്ട് പറയുന്നു ഇസ്തിഗാസയാണ് നടത്തുന്നത്. ഇത് ശിർക്കാണ് പ്രിയപ്പെട്ടവരെ. എത്ര തെളിവുകൾ കൊണ്ടുപോകും നിങ്ങൾ? അങ്ങനെ തുടങ്ങി ലാ തഖൂലൂ റാഇനാ എന്ന ആയത്ത്, അതും കഴിഞ്ഞ് ഇദാ ഇദ്ഹബൂ ബി ഖമീസി ഹാദാ എന്ന മഹാനായ യൂസുഫ് നബിയുടെ സംഭവം ദുർവ്യാഖ്യാനിച്ചിട്ട് അതും കഴിഞ്ഞ് മൂസാ നബിയോട് വെള്ളം ചോദിച്ച സംഭവം, നിരവധി അനവധി ആയത്തുകൾ കൊണ്ടുവന്നു. ലോകാവസാനത്തിന്റെ സമയത്ത് ഈസാ നബി പ്രവാചകൻ തിരുമേനിയുടെ ഖബറിൽ വന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഈസാ നബിയുടെ മുഅ്ജിസത്ത് പോലും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി വിളിക്കാൻ തെളിവാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയേ, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെ വിളിച്ചാലും ശരി, ലാ ബുർഹാന ലഹു ബി, അതിന് തെളിവില്ല, തെളിയിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇരുത്തകത്ത് മാറിയിട്ട് കാര്യമില്ല. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, നിന്നോടന്യായം ഞാൻ ചോദിക്കുന്നു റസൂലുള്ളാഹ്. ഇർതകബ്തു അലൽ ഖതാ വൈറു ഹസ്രി വഅദദ് ലക ശുകൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയേ, അങ്ങയോട് ഞങ്ങൾ പാപമോചനം തേടുന്നു നബിയേ. ഈ സദസ്സ് അങ്ങക്കുള്ളതാണ് നബിയേ, ഞങ്ങളുടെ പാപം പൊറുക്കണേ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുക. ഇതിന് തെളിവില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിനെ ഒരു ദിവസം 70 മറ്റൊരു റിപ്പോർട്ടിൽ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് പുറത്തു തന്നെ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഒരു സംശയം, എന്താ
അല്ല മുജാഹിദുകളെ, നിങ്ങൾക്കിത് പറയാൻ എന്ത് അവകാശം? നിങ്ങൾക്കിതെന്ത് പറയാൻ, ഈ കാര്യം പറയാൻ എന്ത് അവകാശമാണുള്ളത്? കാരണം നിങ്ങൾ ജിന്നിനെ വിളിക്കാൻ തുടങ്ങിയില്ലേ, മലക്കിനെ വിളിക്കാൻ തുടങ്ങിയില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ നിലപാടുണ്ട്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരോപണമെന്ന് പറഞ്ഞാലും മുജാഹിദുകൾക്ക് മടിയില്ല പറയാൻ. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പടച്ച തമ്പുരാനെ മാത്രമേ വിളിക്കാവൂ എന്നല്ല മുജാഹിദുകൾ പറയുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പടച്ച തമ്പുരാനെ മാത്രം വിളിക്കാവൂ എന്ന് പറയുന്നതോടൊപ്പം ജിന്നുകളോട് ഭൗതികമോ അഭൗതികമോ ഏത് സഹായം തേടിയാലും അത് ശിർക്ക് തന്നെയാണ്. തേടാമെന്നോ തേടേണ്ടതാണെന്നോ തേടണമെന്നോ വാദം ഞങ്ങൾക്കില്ല എന്നല്ല, തേടിയാൽ ശിർക്ക് തന്നെയാണ്. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട്. തെളിവെന്തേ? കേട്ടോളൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നു. സൂറ ഫാത്തിർ 14-ാമത്തെ ആയത്ത് എന്താണെന്നറിയുമോ? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിക്ക്. ആരാണ് ഹും? ഹുമ്മിന്റെ സീഗ എങ്ങോട്ട് മടങ്ങുന്നു? ആ ഹും എന്ന ലമീർ എങ്ങോട്ട് മടങ്ങുന്നു? റൂഹുൽ ബയാൻ, ഖുർതുബി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. സഹോദരങ്ങളെ, കുല്ലു മഅബൂദിൻ മിൻ ദൂനില്ലാഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ അസ്നാമി. വിഗ്രഹങ്ങൾ പെടും, ജിന്ന് പെടും, മലക്ക് പെടും, ഇൻസ് പെടും. ആരാ പറഞ്ഞത്? റൂഹുൽ ബയാനിൽ നമുക്ക് കാണാം. ഇമാം ഖുർതുബി പറയുന്നു, കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്വീൻ. ശൈത്താന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, ജിന്നുണ്ട്, മലക്കുണ്ട്. അപ്പൊ തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്. ഭൗതികം തേടിയാലോ? ഭൗതികം തേടിയാൽ, ഈ ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭൗതികമാണ്, എല്ലാം ഭൗതികമാണ്. ഈ ലോകത്ത് അഭൗതികമായി റബ്ബ് മാത്രമേയുള്ളൂ. ഈ ലോകത്ത് അദൃശ്യമായി അഭൗതികമായി റബ്ബ് മാത്രമേയുള്ളൂ. എന്നാൽ മുജാഹിദുകൾ അഭൗതികമെന്ന് പറഞ്ഞല്ലോ, ജിന്ന് അഭൗതികമെന്ന് പറഞ്ഞല്ലോ, മലക്ക് അഭൗതികമെന്ന് പറഞ്ഞല്ലോ. അള്ളയും അഭൗതികം, ജിന്നും അഭൗതികം, മലക്കും അഭൗതികം. മുജാഹിദുകളെ, നിങ്ങൾക്ക് ശിർക്ക് സംഭവിച്ചില്ലേ? നിങ്ങൾ ശിർക്കിന്റെ ആളായില്ലേ? കാരണം അള്ളയും അഭൗതികം, ജിന്നും അഭൗതികം, മലക്കും അഭൗതികം, എല്ലാം അഭൗതികം. അപ്പൊ അള്ളാനെ ജിന്നിനെ തുല്യാക്കില്ലേ? ഇവിടെ ഈ അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷാൽ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി പറയാണ്, എന്താണ് അഭൗതികം? കേട്ടോളൂ. പഞ്ചേന്ദ്രിയത്തിന്റെ അപ്പുറത്തുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികത്തിന്റെ നിർവചനം സാക്ഷാൽ ബഹുമാനനായ ജബ്ബാർ മൗലവി പറയുന്നു, പഞ്ചേന്ദ്രിയത്തിന്റെ അപ്പുറത്തുള്ളത്. പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, അങ്ങനെ തുടങ്ങി ചെവി, ഇതിന്റെയൊക്കെ അപ്പുറത്തുള്ളത്. രണ്ടാമത്തതോ, വഹിയിലൂടെ മാത്രം അറിയുന്ന കാര്യങ്ങൾ. മൂന്നാമത്തതോ, ചിന്തക്കപ്പുറത്തുള്ള കാര്യങ്ങൾ. അതേ, മലക്കിനെ കുറിച്ചും ജിന്നിനെ കുറിച്ചും ഖബർ ജീവിതത്തെ കുറിച്ചും സിറാത്ത് പാലത്തിനെ കുറിച്ചും എങ്ങനെ അറിവ് കിട്ടി? വഹിയിലൂടെ ആണല്ലോ. ആണ്. നമ്മൾ ആരെങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇതാ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഖുർതൂം, നിങ്ങളുടെ മൂക്കില് ആര് താമസിക്കും? ജിന്ന് താമസിക്കും. ഒരു ലബോറട്ടറി ചെന്നിട്ട് മൂക്ക് കുത്തി പരിശോധിച്ചാൽ ജിന്നിന്റെ വിയർപ്പോ ജിന്നിന്റെ അടയാളങ്ങളോ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. എന്റെ മനുഷ്യർക്ക് അദൃശ്യാണ്, അഭൗതികാണ്. ഇവിടെ അല്ലാഹ് സഹായിക്കണേ എന്ന് വിളിക്കുന്ന മാർഗം, ആ മാർഗാണ്. ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് ഭൗതികം തേടിയാലും അഭൗതികം തേടിയാലും ലജനത്തുദായിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ത്വരീഖത്തുഹാദിന്റെ മാർഗമുണ്ടല്ലോ, അവിടെയാണ് വിഷയം. ആ മാർഗം, അല്ലാഹനെ വിളിക്കേണ്ട മാർഗം അത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ പറയും ഞങ്ങൾക്ക് വാദമില്ല. അൽഹംദുലില്ലാഹ്, നമ്മളത് ആഗ്രഹിക്കണം, വാദം ഉണ്ടാവരുത്. പക്ഷേ വാദമില്ലെന്ന് പറയുമ്പോൾ ആലോചിക്കണം. ഇതാ എന്റെ കയ്യിലുള്ള ഈ പുസ്തകം എന്തെന്നറിയുമോ? ഇതാണ് യാ ഇബാദല്ലാഹ് വസ്തുത എന്ന്. ഈ യാ ഇബാദല്ലാഹ് വസ്തുത എന്ന് പറയുന്ന പുസ്തകം എന്തിനാ പുറത്തിറക്കിയത്? ഈ യാ ഇബാദല്ലാഹ് വസ്തുത എന്ത് എന്ന് പറയുന്ന ഈ പുസ്തകം എന്തിനാണ് പുറത്തിറക്കിയത്? വാദമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ പുസ്തകം എന്തിനാ പുറത്തിറക്കിയത്? ജിന്നുകളോട് തേടാമെന്നോ തേടേണ്ടതാണെന്നോ തേടണമെന്നോ വാദനങ്ങൾക്കില്ല. ഒരാൾ ജിന്നുകളോട് ഭൗതികമായ തേട്ടം നേടിയാൽ, ഉദാഹരണത്തിന് വണ്ടി, വാഹനം മരുഭൂമിയിൽ താഴ്ന്നു പോകുമ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് മലക്കുണ്ടെന്ന് കരുതി റഖീബേ അതീദേ വണ്ടി ഒന്ന് തള്ളിത്തരാമോ എന്ന് പറഞ്ഞാൽ ആ തേട്ടത്തിൽ ദുആ ഇല്ല, അത് ശിർക്കില്ല. നമ്മൾ പറഞ്ഞല്ല. രണ്ടാമത്തെ ഉദാഹരണം എന്തായിരുന്നു?
ഇതാ പുഴയിൽ വീഴുന്ന ഒരാൾ കരയിൽ ജിന്നുണ്ടെന്ന് സങ്കല്പിച്ച് ജിന്നെ കൈപിടിക്കാമോ എന്ന് പറഞ്ഞാൽ ആ തേട്ടം ദുആയല്ല, ശിർക്കല്ല. അത് തെളിയിക്കാനല്ല ഇത് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഈ വാദമില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, യാ ഇബാദല്ലാഹ് ഈനൂനി ഹദീസ് എന്തിനാ കൊണ്ടുവന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹജ്ജിൽ യാ ഇബാദല്ലാഹ് ദുല്ലൂനാ അലാ തുരീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് സാക്ഷാൽ സക്കരിയ സുലൈഹി പറയുന്നു, അത് ദുർബലമായ സംഭവമാണ്. ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ സംഭവം എന്തിനാ കൊണ്ടുവന്നത്? ഹാജറ ബീബിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു വരിയെടുത്ത് മലക്കിനോട് തേടിയെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഒരു കാലഘട്ടത്തിൽ ഖബർ ആരാധനക്ക് വേണ്ടി ഉദ്ധരിച്ച തെളിവ് എടുത്തുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹാജറ ഈ മലക്കിനോട് തേടിയിട്ടുണ്ട്. അല്ലേ? ഹാജറ ബീബി മലക്കിനോടും ജിന്നോടും തേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വസീലത്ത് ശുഹ ഹറാമാവുന്ന അനുവദനീയമല്ല കണ്ടത്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് വാദമില്ല. മാത്രാണോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നിനോട് വിളിച്ചിട്ടുണ്ടല്ലോ, ഈ തെളിവ് ഉദ്ധരിച്ചില്ലേ? കീസിന്റെ കൊട്ടാരം അവരുടെ അർശാര് കൊണ്ടുവരുമെന്ന് പറഞ്ഞ സംഭവം അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് നമ്മൾ മറുപടി കൊടുത്തു, സുലൈമാൻ നബിയുടെ മുഅ്ജിസത്താണ്. അപ്പൊ പറഞ്ഞു അത് ഡ്യൂപ്ലിക്കേറ്റ് മുഅ്ജിസത്താണ്, ആപേക്ഷികമായ മുഅ്ജിസത്താണ്. അങ്ങനെ ഉണ്ടോന്ന്? എന്നിട്ട് പറയും നിങ്ങൾക്ക് വാദമില്ല. കഴിഞ്ഞില്ല. സൂറത്തുൽ അൻആമിന്റെ 128-ാമത്തെ ആയത്ത് എന്തിനു കൊണ്ടുവന്നു? എന്തിനു വിശദീകരിച്ചു? ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ലെന്ന് പറയാൻ. എന്നിട്ട് പറയുന്നു നമുക്ക് വാദമില്ല. ഇതാണ് കപടത. സഹോദരങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ മരിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ചിന്തിക്കേണ്ടത് ഇതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന്റെ സംഭവം, ഷഫാഅത്തു സുഗ്റ, ഇമാം മുസ്ലിം, ബുഖാരി അങ്ങനെയുള്ള എല്ലാവരും രേഖപ്പെടുത്തിയ സംഭവമുണ്ട്. മഹാനായ പ്രവാചകൻ തിരുമേനി ഇതാ അല്ലാഹുവിന്റെ മുമ്പിൽ ഇതാ സുജൂദിൽ വീഴുന്നു, പറയുന്നു, പടച്ചവനെ, എന്റെ ഉമ്മത്ത് നരകത്തിലാണ് റബ്ബേ, അവരെ നീ സ്വർഗത്തിലാക്കണേ അല്ലാ. ആ ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ തിരുമേനിക്ക് നരകത്തിൽ ഒരു അതിർത്തി നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ആ അതിർത്തിയിൽ നിന്ന് കൂട്ടമായി സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രവാചകൻ തിരുമേനി അവസാനമായി രണ്ടാമത്തെ പ്രാവശ്യം നരകത്തിലേക്ക് നോക്കുമ്പോ അവിടെയും കുറെ ആളുകളെ കാണുന്നു. അവരാരാ? അവരെന്റെ ഉമ്മത്തിന്റെ ഭാഗമാണ്, എന്റെ ഉമ്മത്തിന്റെ ആളുകളാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു, അവരെയും സ്വർഗത്തിലാക്കുന്നു. അങ്ങനെ 3-4 പ്രാവശ്യം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഗോതമ്പ് മണിയോളം ഈമാനുള്ളവരെ കൂടി ഞാൻ സ്വർഗത്തിൽ കൊണ്ടുവരും. പക്ഷേ അവസാനം ഞാൻ നരകത്തിൽ നോക്കുമ്പോ കാണുന്ന ആൾക്കാരെന്നറിയോ? വജബ അലൈഹിൽ ഖുലൂദ്, ശാശ്വതമാണെന്ന് പറഞ്ഞ ആളുകൾ. സഹോദരങ്ങളെ, വലിയൊരു പായസത്തിന്റെ ചെമ്പിലേക്ക് അല്പം ഒരു സൈനൈഡ് വീണാൽ, വിഷം വീണാൽ എല്ലാം ബാത്തിലായി. ആ ഒരൊറ്റ പേടിയാ നമുക്കുള്ളത്. സംഘടന വലുതാക്കാനല്ല, നേതാവാകാനല്ല, ആ ഒരൊറ്റ പേടി. ആലോചിക്കും നിങ്ങൾ, കരയിലും കടലിലും വഴിതെറ്റി പോകുമ്പോൾ നിങ്ങളെ വിളിച്ച് സഹായിക്കാൻ ആരാ ഉള്ളത്? അള്ളാന്റെ ചോദ്യം. മറുപടി അല്ലാഹുമ്മ, അല്ലാഹ് കുർമ വേറെ ഇലാഹുണ്ടോ? അല്ലാഹ് കുർമ ആരെങ്കിലും ഉണ്ടോ? ഇതാ ഖുർആൻ ചോദിച്ചത്. അതുകൊണ്ട് മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. മുജാഹിദുകൾ ഹദീസ് നിഷേധികളല്ല, ഹദീസ് നിഷേധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രാ മിഅ്റാജിന്റെ ഹദീസ്, സിറാത്ത് പാലത്തിന്റെ ഹദീസ്, ഖബർ ജീവിതത്തിന്റെ ഹദീസ്, പല്ലിയെ കൊല്ലുന്ന ഹദീസുകൾ, സിഹറുമായി കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അങ്ങനെ തുടങ്ങി എത്ര ഹദീസുകൾ മുജാഹിദുകൾ നിഷേധിച്ചിട്ടില്ല. ആരോപിക്കുന്നു, ആരോപണം ശരിയല്ല. ഒരൊറ്റ ഹദീസും നമ്മൾ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ജീവിതത്തിന്റെ ഭാഗമായി മുറുകെ പിടിക്കാൻ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന ശ്വാസത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരിമാരെ, മഗ്‌രിബ് നമസ്കാരാനന്തരം നമ്മുടെ പരിപാടി തുടരുന്നതാണ്. നമസ്കാരം കഴിഞ്ഞാൽ എത്രയും വേഗം എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഹോദരിമാർക്ക് നമസ്കരിക്കുവാൻ ഇവിടെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്താം.